കമ്മീഷനിങ്ങിന് പിന്നാലെ കൂടുതൽ മദർഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക്. MSCയുടെ കപ്പലുകൾക്ക് പുറമെ വിഴിഞ്ഞത്ത് ഷെഡ്യൂൾ ചെയ്ത് കാത്തുനിൽക്കുന്നത് 22ഓളം മദർഷിപ്പുകൾ. വിഴിഞ്ഞം കാർഗോ ഗേറ്റ്വേ തുറക്കാൻ ഇനി 77 ദിവസങ്ങൾ മാത്രം. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് പിന്നാലെ തീരത്തെത്താൻ ഷെഡ്യൂൾഡ് ചെയ്ത് നിൽക്കുന്നത് 22 മദർഷിപ്പുകൾ. MSCയുടെ സ്ഥിരം ചരക്ക് സർവീസിന് പുറമെയാണ് മറ്റു കൂറ്റൻ കപ്പൽ കമ്പനികളുടെ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. ദ്രവ്യചരക്കുകൾ ഉൾപ്പെടെ കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഇനി തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ. പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ചാൽ പ്രതിവർഷം 10,000 കോടി രൂപ വരുമാനമാണ് വിഴിഞ്ഞത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. തുറമുഖം പ്രവർത്തന സജ്ജമാക്കി ആദ്യ 4 മാസത്തിനകം 42 കോടി രൂപയാണ് GST വരുമാനമായി മാത്രം സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. ഇത്രയും തുക കേന്ദ്രത്തിന് ലഭിക്കും. ട്രാൻസ്ഷിപ്മെന്റിന് പുറമെ ആഭ്യന്തര ചരക്ക് കൂടി കൈകാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ഇത് ഇരട്ടിയാകും. കസ്റ്റം ഡ്യൂട്ടിയായി പിരിച്ചെടുക്കുന്ന ഓരോ രൂപയിൽ 1 മുതൽ 3 പൈസ വരെ സംസ്ഥാന സർക്കാരിന് ലഭിക്കും. 2034 സംസ്ഥാന സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങുക. കേന്ദ്രത്തിന് 6,000 കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കുമെന്ന അനുമാനം. ഒരു കപ്പൽ വന്നു പോകുമ്പോൾ ശരാശരി 1 കോടി രൂപ തുറമുഖ കമ്പനിക്കും ലഭിക്കും. അതേസമയം വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം വിഴിഞ്ഞം തുറമുഖത്ത് 77 ദിവസത്തിനുള്ളിൽ കാർഗോ ഗേറ്റ്വേ ആരംഭിക്കും. ജനം, തിരുവനന്തപുരം.